ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ മിനിസിൻ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ള 2 ദിവസം മുമ്പ് നമ്മളാണെങ്കിൽ ഒരു വീഡിയോ പിന്നെ വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം കത്തിക്കുത്താകട്ടെ, കൊലപാതകമായിട്ടെ, അല്ലെങ്കിൽ അടിപിടി കേസാവട്ടെ, അങ്ങനെ എന്ത് കാര്യങ്ങളാണെങ്കിൽ കൂടിയും ഏറ്റവും ലാസ്റ്റ് വന്ന് നിൽക്കുന്നത് ലഹരി എന്ന് പറയുന്ന ആ ഒരു മരുന്നിലാണ് വന്ന് നിൽക്കുന്നത് അല്ലേ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ മലപ്പുറത്ത് വളാഞ്ചേരിയിൽ നടന്ന അതിതീക്ഷ്ണമായിക്കൊണ്ടിരിക്കുന്ന ഒരു അസുഖത്തെക്കുറിച്ച്, ഈ ലഹരി ഉപയോഗിക്കുന്നവരുടെ ഇടയിൽ നടക്കുന്ന ഒരു അസുഖത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഇതുപോലെ ലഹരിയുടെ ഇടയിൽ പിടിപെടുന്ന ഒരു അസുഖമാണ് കേട്ടോ എയ്ഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പം മുതലാണ് അത് കണ്ടു തുടങ്ങിയത്. 2 ദിവസം മുമ്പ് അതുപോലെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു മലപ്പുറം വളാഞ്ചേരിയിൽ. അതുപോലെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് കണ്ട് വന്നത് കേട്ടോ. അപ്പം അവിടെ 15 പേരെ, അതായത് 15 പേരെ ടെസ്റ്റ് ചെയ്തിട്ട് 10 പേർക്കോളം ഈ ഒരു അസുഖം കണ്ടുപിടിച്ചു. കുറേ ആൾക്കാരൊക്കെ നാട്ടിലേക്ക് തിരിച്ചു പോയതുകൊണ്ട് കൂടുതലായിട്ട് വിശദമായിട്ട് ടെസ്റ്റ് നടത്താനോ കാര്യങ്ങളോ ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു. ഇത് എങ്ങനെയാണ് ഉണ്ടായതെന്ന് വെച്ചാൽ, ഒരാൾ എടുത്ത് ഉപയോഗിക്കുന്ന സിറിഞ്ചാണ്. ആ സിറിഞ്ച് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരെല്ലാവരും ആ ഒരു സിറിഞ്ച് തന്നെ ഇട്ട് ഉപയോഗിച്ചിരുന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഈ എയ്ഡ്സ് എന്ന് പറയുന്ന ഒരു രോഗം. അതുപോലെ എയ്ഡ്സ് എന്ന് പറയുന്ന അസുഖമുള്ള ഒരാൾക്ക് ആളെ ഇഞ്ചക്ഷൻ ചെയ്യുന്ന ആ സിറിഞ്ച് വെച്ച് മറ്റൊരാളെ ഇഞ്ചക്ഷൻ, നോർമലിലുള്ള ഒരാളെ ഇഞ്ചക്ഷൻ ചെയ്താൽ പോലും അവർക്കും ആ ഒരു അസുഖം ഉണ്ടാകുമെന്നറിയാം. മെയിനായിട്ട് രക്തദാനത്തിലൂടെ പണ്ട് ഞാനിതുപോലെ കേട്ടിട്ടുണ്ട് വാർത്തയ്ക്കകത്ത്. പിന്നെ എയ്ഡ്സ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് രക്തം ദാനം ചെയ്ത ഒരാളെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമല്ലേ. അങ്ങനെ ഞാനും കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതുപോലെ തന്നെ രക്തദാനത്തിൽ നിന്നായാലും ഇതുണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇത് ഉണ്ടാകുന്നത് മെയിനായിട്ടും എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്ന, വെറും വൃത്തിഹീനമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്ന ആൾക്കാർക്കാണ് ഇത് മെയിനായിട്ട് ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ളവരുടെ മനോഭാവം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. എനിക്കോ വരുന്നവർക്കും കൂടി വരട്ടെ എന്നും പറഞ്ഞുകൊണ്ടായിരിക്കും ഇവർ മാക്സിമം എല്ലാവരിലോട്ടും ഈ ഒരു അസുഖം എത്തിക്കുന്നത്. മറ്റുള്ളവർ അറിയത്തില്ല. ലഹരിയുടെ രീതിക്ക് ഇഞ്ചക്ഷന് ഈ സിറിഞ്ച് വഴി അവർ കുത്തിവെക്കുന്നു, അവർ ഉപയോഗിക്കുന്നു. അങ്ങനെ ആ ഒരാളിൽ നിന്ന് എത്രയോ പേർക്കുണ്ടാകുന്നു. ഇത് ആരും അറിയുന്നില്ല. ഇപ്പം എയ്ഡ്സ് വന്ന ഒരാൾക്ക് വന്നവൻ വൃത്തിഹീനമായിട്ടും സുരക്ഷയില്ലാതെയൊക്കെ നടന്ന് വന്ന ഒരു അസുഖം വീട്ടിൽ വൈഫിന് ചിലപ്പം ആ അസുഖം ഉണ്ടാകും. ചിലപ്പോൾ ആ വൈഫ് ഒന്നും അറിഞ്ഞിട്ടില്ലായിരിക്കും. അതിൻ്റെ കൂടെ അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, അങ്ങനെ ഒരു തലമുറ ഇങ്ങനെ പോവുകയാണ്. അത് അറിയാൻ വയ്യാത്ത ഒരുപാട് പേര് ഇതിൽ പെട്ടുപോകുന്നുണ്ട്. അപ്പം അങ്ങനെ ഏറ്റവും വലിയൊരു ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട്ട് പുറത്തോട്ട് പറയത്തതുമില്ല. അങ്ങനെയുള്ളൊരു തീക്ഷ്ണമായിട്ടുള്ള ഒരു അസുഖമായിട്ടാണ് നമ്മൾ ഇത് കാണുന്നത്. നമുക്ക് ചെറുപ്പം മുതലേ ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതൊക്കെയെന്ന് വെച്ചാൽ, ഈ ഒരു അസുഖം വന്ന് നമ്മുടെ ശരീരത്തിൽ ഇതിൻ്റെ ഒരു വൈറസ് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഒരു 3, 4, 5 മാസം കഴിയുമ്പോഴേ ആ വൈറസ് പുറത്തായിട്ട് അത് ഇന്ന അസുഖമാണെന്ന് തെളിഞ്ഞ് വരത്തുള്ളൂ എന്നൊക്കെയുള്ളൊരു ഇതുണ്ടായിരുന്നല്ലോ. അത് എന്തോ എനിക്ക് അങ്ങനെ എന്തോ ഒരു ഇത് എനിക്ക് അറിവുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അത് തെറ്റാണോ ശരിയാണോ തരത്തിൽ അറിവാണ് ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് പറഞ്ഞാൽ മതി. കാരണം നമുക്ക് പണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ നമുക്കിങ്ങനെ സയൻസിനകത്തൊക്കെ ഇങ്ങനെ ഈ ഒരു അസുഖത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മറ്റൊന്നുമല്ല, ഇതര സംസ്ഥാന തൊഴിലാളികൾ ആണ് മെയിനായിട്ടും ഈ ലഹരി. ഞാൻ നോക്കിയിട്ട് എല്ലാവരെയും ഞാൻ പറയുന്നില്ല, കുറച്ച് പേരെ മാത്രം. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഏറ്റവും കൂടുതലും മെയിനായിട്ടും ഈ ലഹരിയിലോട്ട് നമ്മുടെ ആൾക്കാരെയും കൂടി അവരാണ് ഏറ്റവും കൂടുതലും കൊണ്ടുവരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ ഇടയിലാണ് ഇത്രയും വലിയ മാരകമായിട്ടുള്ള അസുഖങ്ങളൊക്കെ കണ്ട്. ഇതിപ്പോൾ എത്ര പേർക്ക് പിടിപെട്ടിട്ടുണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. 15 പേര് ടെസ്റ്റ് നടത്തിയപ്പം 10 പേർക്ക് ഇത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര പേർക്ക് അത് വന്നിട്ടുണ്ടെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതാരും ടെസ്റ്റ് നടത്താനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അവബോധമുള്ള ആരും ഈ കൂട്ടത്തിലില്ല എന്ന് വേണം നമുക്ക് പറയാൻ. നമ്മുടെ വരും തലമുറയ്ക്ക് തന്നെ ഒരു ഭീഷണിയായിട്ടാണ് ഈ ലഹരി എന്ന് പറയുന്ന സംഭവം നിൽക്കുന്നത്. ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, സൂക്ഷിക്കുക, അത്രയേ ഉള്ളൂ. കാരണം ഇത് എന്നായാലും നമ്മളിതൊക്കെ വീഡിയോ ഇട്ട് അത് കണ്ട് എന്നും പറഞ്ഞുകൊണ്ടൊന്നും ആരും ഉപയോഗിക്കാതിരിക്കത്തില്ല. എല്ലാവരും ഇത് ഉപയോഗിക്കും. പക്ഷേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിലുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുക. നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ വിനയാവുകയാണ് കേട്ടോ. മറ്റ് പനിയോ അല്ലെങ്കിൽ ഒരു ഛർദിലോ അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖം വന്ന് മാറ്റിയെടുക്കാം. ഇപ്പം ഹാർട്ട് മാറ്റി വെക്കുന്നുണ്ട്, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് മാറ്റി എടുക്കാം.
കേൾക്കാവുന്ന ഒരു അസുഖമല്ല ഈ എയ്ഡ്സ് എന്ന് പറയുന്നത്. സമൂഹത്തിൽ തന്നെ ഒരു അന്തസ്സ് കെട്ടിയ ഒരു കാര്യമാണ്. അറിഞ്ഞുകൊണ്ട് വരുത്തി വെക്കുന്ന അസുഖമാണ് ഈ എയ്ഡ്സ് എന്ന് പറയുന്നത്. അറിയാതെ ഒരുപാട് പേർക്ക് ഈ ഒരു അസുഖം വന്നിട്ടുണ്ട്. അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണെന്ന് പറയാം. അറിഞ്ഞുകൊണ്ട് പിന്നെയും ഇങ്ങനെയൊക്കെ ന്യൂസിനകത്തും കാര്യങ്ങളും വന്നിട്ടുമ്പോൾ അറിഞ്ഞുകൊണ്ട് പിന്നെയും ഈ ഒരു അസുഖത്തെ പിടിച്ച് മേടിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇനിയെങ്കിലുള്ള ആൾക്കാരൊന്ന് സൂക്ഷിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പം എല്ലാവർക്കും ടാറ്റാ, ബൈ, സീ യു.